ഇൻ്റഗ്രേഷൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് വരികയാണ്. ഇൻ്റഗ്രേഷൻ പ്രോബ്ലം. ക്വസ്റ്റ്യൻ നമ്പർ 16. Integral of x cube plus 3x plus 4 divided by root x dx. ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. റൂട്ട് എക്സ് കൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ റൂട്ട് എക്സ് 3x ഡിവൈഡ് ബൈ റൂട്ട് എക്സ് 4 divided by root x dx. സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് 3x ഡിവൈഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് 4 ഡിവൈഡ് ബൈ റൂട്ട് എക്സ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. സീക്വൽ ഇൻ്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ റൂട്ട് എക്സിന് എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം. 3x ഈ എക്സിന് വേണമെങ്കിൽ റൂട്ട് എക്സിന് റൂട്ട് എക്സ് എന്ന് എഴുതാം. ഈ 3xൽ എക്സ് ഉണ്ടല്ലോ, എക്സിന് റൂട്ട് എക്സിൻ്റെ എക്സ് ആണല്ലോ, ഡിവൈഡ് ബൈ റൂട്ട് എക്സ് അങ്ങനെ എഴുതിയാൽ ഈ റൂട്ട് എക്സും ക്യാൻസൽ ആയി പോകും. 4 ഡിവൈഡ് ബൈ എക്സ് റേസ് ടു 1/2 4 ഡിവൈഡ് ബൈ എക്സ് റേസ് ടു 1/2 dx. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. എക്സ് ക്യൂബ് ബൈ റൂട്ട് എക്സ് 3x ബൈ റൂട്ട് എക്സ് 4 ബൈ റൂട്ട് എക്സ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. റൂട്ട് എക്സിന് എക്സ് റേസ് ടു 1/2 എന്ന് എഴുതുക. ഇവിടെ എക്സിന് റൂട്ട് എക്സ് എന്ന് എഴുതിയാൽ ഒരു റൂട്ട് എക്സും ക്യാൻസൽ ആയി 3 റൂട്ട് എക്സ് ഉണ്ടാവും. 4 ബൈ റൂട്ട് എക്സിന് എക്സ് റേസ് ടു 1/2 എന്ന് എഴുതും. ഒരു സ്റ്റെപ്പ് എഴുതുമ്പോൾ നോക്കണം കേട്ടോ. ഇവിടെ ഒന്നും എഴുതിയില്ല. റൂട്ട് എക്സിന് എക്സ് റേസ് ടു 1/2 എന്ന് എഴുതിയിട്ട് ഇവിടെ എക്സിന് റൂട്ട് എക്സ് എന്ന് എഴുതി റൂട്ട് എക്സും ക്യാൻസൽ ചെയ്ത് ഇവിടെ റൂട്ട് എക്സിന് എക്സ് റേസ് ടു 1/2 എന്ന് എഴുതിയിട്ടേ ഉള്ളൂ. ഇൻ്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു 3 ഡിവൈഡ് ബൈ എക്സ് റേസ് ടു 1/2 എന്ന് പറയുമ്പോൾ 3 മൈനസ് 1/2 എന്നുണ്ടാവും. എ റേസ് എം ബൈ എ റേസ് ടു എന്നാൽ എ റേസ് എം മൈനസ് എൻ ആവും. അപ്പോൾ എക്സ് റേസ് ടു 3 മൈനസ് 1/2 എന്നുണ്ടാവും. അങ്ങനെ ഉണ്ടാവും. 3 1/2 കുറച്ചാൽ 6 മൈനസ് 6 മൈനസ് 1 അപ്പോൾ 5/2 എന്നുണ്ടാവും. അപ്പോൾ എക്സ് റേസ് ടു 5/2 എന്നുണ്ടാവും. എക്സ് റേസ് ടു 3നെ എക്സ് റേസ് ടു 1/2 കൊണ്ട് അടിച്ചാൽ എക്സ് റേസ് ടു 3 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ 5/2. അപ്പോൾ എക്സ് റേസ് ടു 5/2 എന്നുണ്ടാവും. എ റേസ് ടു ഒക്കെ ചെറിയ ക്ലാസ് പഠിക്കുന്നതാണ്. എ റേസ് ടു എം ബൈ എ റേസ് ടു എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം മൈനസ് എൻ. ഇപ്പോൾ 3 1/2 കുറയ്ക്കാൻ അറിയണേ. അപ്പോൾ 5/2 എന്നുണ്ടാവും. പ്ലസ് 3 റൂട്ട് എക്സ് എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം. പ്ലസ് 4 ഇൻറ്റു ഈ എക്സ് റേസ് ടു 1/2 മുകളിലെത്തുമ്പോൾ എക്സ് റേസ് ടു മൈനസ് 1/2 എന്നുണ്ടാവും. dx. ഒന്നുകൂടി എക്സ് ക്യൂബ് ബൈ എക്സ് റേസ് ടു 1/2 എന്നാണ് എ റേസ് എം ബൈ എ റേസ് എം മൈനസ് ആണ്. അപ്പോൾ അത് കുറയ്ക്കാനല്ല 3 1/2 കുറയ്ക്കുക. അപ്പോൾ 5/2 എന്നാണ് 5/2 ഉണ്ടാവും. അപ്പോൾ എക്സ് റേസ് ടു 5/2 പ്ലസ് 3 ഇൻറ്റു റൂട്ട് എക്സും പോയി പിന്നെ റൂട്ട് എക്സിന് എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം. പ്ലസ് 4 ഇൻറ്റു പിന്നെ 1 ബൈ എക്സ് റേസ് ടു 1/2 ആണുള്ളത്. അത് മുകളിലെത്തുമ്പോൾ എക്സ് റേസ് ടു മൈനസ് 1/2 എന്നുണ്ടാവും. ഇനി നമുക്കൊരു എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു n+1 ഡിവൈഡ് ബൈ n+1 ആണ്. അപ്പോൾ എക്സ് റേസ് 5/2 5/2 പ്ലസ് 1 ബൈ 5/2 പ്ലസ് 1 എന്നാണ് വരിക. 5/2 1 കൂട്ടണം. അറിയോ 5/2 1 കൂട്ടിയാൽ 5 പ്ലസ് 2 7/2. ചില ക്ലാസ് പഠിക്കുന്ന അവരുടെ ഉണ്ടാവും. ചിലപ്പോൾ 7/2 എന്നുണ്ടാവും. 7 ഡിവൈഡ് ബൈ 2. അന്നേരം എന്താ വരിക? എക്സ് റേസ് 5/2 ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 5/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 7/2 ഡിവൈഡ് ബൈ 7/2 പ്ലസ് 3 ഇൻറ്റു എക്സ് റേസ് ടു 1/2 ഇൻ്റഗ്രൽ 1/2 1 കൂട്ടണം. 1/2 1 കൂട്ടിയത്ര 1 പ്ലസ് 2 3/2 ഉണ്ടാവും. അപ്പോൾ 3 ഇൻറ്റു
എക്സ് റേസ് ടു 3/2 ഡിവൈഡ് ബൈ 3/2 4 ഇൻറ്റു എക്സ് റേസ് -1/2 എന്ന് പറഞ്ഞാൽ -1/2 ഒന്ന് കൂട്ടണം, അല്ലെങ്കിൽ 1 - 1/2 എന്നൊക്കെ എഴുതാം. 1 കുറച്ച് എന്നുണ്ടാവും, 1/2 എന്നുണ്ടാവും. അങ്ങനെ എഴുതി കുറയ്ക്കുകയോ ചെയ്യുക, അതിൻ്റെ ആവശ്യമില്ല. 1/2 ഉണ്ടാവും. അപ്പോൾ എക്സ് റേസ് ടു 1/2 ഡിവൈഡ് ബൈ 1/2 പ്ലസ് ഇത്ര എഴുതിയാൽ മതി. ആൻസറായി. എന്തുകൊണ്ട് നോക്കുക, എക്സ് റേസ് ടു 5/2ൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 5/2 പ്ലസ് ആണെന്നാൽ 7/2. അപ്പോൾ എക്സ് റേസ് ടു 7/2 ഡിവൈഡ് ബൈ 7/2 പ്ലസ് 3 ഇൻറ്റു എക്സ് റേസ് ടു 1/2ൻ്റെ ഇൻ്റഗ്രൽ 1/2 പ്ലസ് 1 1/2 പ്ലസ് 1 3/2. അപ്പോൾ എക്സ് റേസ് ടു 3/2 ഡിവൈഡ് ബൈ 3/2 പ്ലസ് 4 ഇൻറ്റു എക്സ് റേസ് ടു -1/2ൻ്റെ ഇൻ്റഗ്രൽ -1/2 ഒന്ന് കൂട്ടണമല്ലോ, -1/2 ഒന്ന് കൂട്ടിയാൽ എന്തുണ്ടാവും, 1/2 എന്നുണ്ടാവും. അല്ലെങ്കിൽ 1/2 കുറയ്ക്കുക, 1 - 1/2 എഴുതുക. അപ്പോൾ 1/2 എന്നുണ്ടാവും. അപ്പോൾ എക്സ് റേസ് ടു 1/2 ഡിവൈഡ് ബൈ 1/2 പ്ലസ് സി. വേണമെങ്കിൽ ഇതിനെ 2/7 എന്നൊക്കെ എഴുതാം, അത് നിർബന്ധമല്ല. തിരിഞ്ഞിട്ട് 2/7 എക്സ് റേസ് ടു 7/2 പ്ലസ് ഈ 3 ക്യാൻസൽ ചെയ്യും. ഈ ഡിവൈഡ് ബൈൻ്റെ അടിയിൽ 2 മുകളിൽ കയറിയിട്ട് 2 എക്സ് റേസ് ടു 3/2. ഇവിടെ 2 മുകളിൽ കയറുമ്പോൾ 4 × 2 8 എക്സ് റേസ് ടു 1/2 പ്ലസ് സി. അങ്ങനെ വേണമെങ്കിൽ ഇത്രയും ഇങ്ങനെ എഴുതാം. 2/3 എക്സ് റേസ് ടു 7/2 2 എക്സ് റേസ് ടു 3/2 8 എക്സ് റേസ് ടു 1/2 പ്ലസ് സി. ഇവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് സിംപ്ലിഫിക്കേഷനാണ്, സ്പ്ലിറ്റ് ചെയ്യാണ്, പിന്നെ സിംപ്ലിഫിക്കേഷനാണ്. ഒക്കെ നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ച സിംപ്ലിഫിക്കേഷൻ തന്നെ ഒക്കെ എക്സ് റേസ് എന്നിൻ്റെ ഫോമിലേക്ക് വരും. എക്സ് റേസ് എന്നിൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ് n + 1 ഡിവൈഡ് ബൈ n + 1 ആണ്. എക്സ് റേസ് 10 ആണെങ്കിൽ എക്സ് റേസ് 11/11 ഒന്ന് കൂട്ടണം. 5/2 ആണ്, 5/2 ഒന്ന് കൂട്ടണം. 5/2 ഒന്ന് കൂട്ടാൻ അറിയണേ. 1/2 ആണ്, 1/2 ഒന്ന് കൂട്ടണം. അപ്പോൾ 1/2 ഒന്ന് കൂട്ടാൻ അറിയണം. അപ്പോൾ 3/2 ആണ്, 3/2 ഇവിടെ 3/2 റേസ് ടു 3/2 ഇവിടെ 3/2. ഇവിടെ -1/2 ആണ്, -1/2 ഒന്ന് കൂട്ടാൻ അറിയണം. അപ്പോൾ 1/2 എന്നുണ്ടാവും. അപ്പോൾ എക്സ് റേസ് എന്നിൻ്റെ റിസൾട്ടാണ് ഇവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17. ഇൻ്റഗ്രൽ ഓഫ് x³ - x² plus x - 1 divided by x - 1 dx. Integral of x³ - x² plus x - 1 divided by x - 1. എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഇവിടെ x³ - x² നമ്മൾ x² പുറത്തെടുക്കുക. x³ - x² ഒരു ഇത് പുറത്തെടുക്കുക, ഒരു x² പുറത്തെടുക്കുക. അപ്പോൾ എന്താ വരിക? x² പുറത്തെടുത്താൽ x - 1 ഉണ്ടാവും. x³ - x² x² പുറത്തെടുത്താൽ ഇവിടെ x² / x, ഇവിടെ x² / 1, അപ്പോൾ x - 1 ഉണ്ടാവും. പിന്നെ അവിടെ x - 1 വേറെ അവിടെ ഉണ്ട്, ഹോൾ ഡിവൈഡ് ബൈ x - 1 dx. ഇപ്പം തന്നെ നമുക്കറിയാം x - 1 മുകളിൽ നിന്ന് വീണ്ടും ഒരു x - 1 പുറത്തെടുക്കാണ്ട്, അത് പുറത്തെടുത്താൽ പിന്നെ ഡിനോമിനേറ്ററിൽ ഒരു x - 1 ഉണ്ട്, ക്യാൻസൽ ആയി പോകും. ഇൻ്റഗ്രൽ ഓഫ് മുകളിൽ നിന്ന് ഒരു x - 1 വീണ്ടും പുറത്തെടുത്താൽ x - 1 വീണ്ടും പുറത്തെടുത്താൽ x² + 1 എന്നുണ്ടാവും. അടിയിൽ x - 1 dx. അങ്ങനെ എഴുതിയാൽ ഈ x - 1ഉം x - 1 ഇതായി പോയി, ക്യാൻസലായി. ഇൻ്റഗ്രൽ ഓഫ് x² + 1 dx മാത്രമേ പിന്നുള്ളൂ. ഇസ് ഈക്വൽ ടു x² ഇൻ്റഗ്രൽ x³ / 3 1 ഇൻ്റഗ്രൽ x. ഇത്രയേ ഉള്ളൂ. x³ / 3 പ്ലസ് x പ്ലസ് c. ഒന്നുകൂടെ പറയാം. ഈ രണ്ട് ടേം ഉണ്ട്. ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് നമ്മളൊരു x² പുറത്തെടുക്കുക.
അത് പിന്നെ പ്രശ്നമൊന്നുമില്ല. അത് പുറത്തെടുക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം വരുന്നില്ല. എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ പിന്നെ ഇവിടെ -1 ഉണ്ടാവും. പുറത്തെടുക്കാൻ നമുക്കറിയാലോ -1 ഉണ്ടാവും. പിന്നെ ഒന്നും ചെയ്തില്ല. പിന്നെ -1 അടിയിൽ -1 ഉണ്ട്. പിന്നെ മുകളിൽ രണ്ട് -1 വീണ്ടും വന്ന് -1 വീണ്ടും പുറത്തെടുക്കുക. അങ്ങനെ -1 വീണ്ടും കൂടെ പുറത്തെടുത്താൽ പിന്നെ ഇവിടെ എക്സ് സ്ക്വയർ ഇവിടെ 1 ആണ്. -1 പുറത്തെടുത്താൽ ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ടാവും, ഇവിടെ 1 ഉണ്ടാവും. അപ്പോൾ x² + 1 ഡിവൈഡ് ബൈ -1. ഈ -1 ഇതായിപ്പോയി ക്യാൻസലായി. ഇത് രണ്ടും ക്യാൻസലായിപ്പോയി. പിന്നെ ഒരു x² + 1 എന്ന് മാത്രമേ വരുന്നുള്ളൂ. x² + 1ൻ്റെ ഇൻ്റഗ്രൽ x²ൻ്റെ x³ / 3 നമുക്കറിയാം. 1ൻ്റെ x ആണെന്നും അറിയാം. പിന്നെ ഒരു c ഉണ്ട്. നമ്മൾ ശരിക്കും ഇൻ്റഗ്രേഷനിലെ പ്രോബ്ലത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ പ്രാവശ്യം ആദ്യം സ്റ്റെപ്പ് നോക്കാം. സ്റ്റെപ്പ് ശരിക്കും നോക്കി മനസ്സിലാക്കുക. അതിന് ശേഷം 10 പ്രാവശ്യം എഴുതി പഠിക്കുക. തന്നെ വേറെ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇൻ്റഗ്രൽ ഓഫ് 1 - x √x dx. 1 - x √x dx. അത് നമ്മൾ ബ്രേക്കറൊക്കെ ഒന്ന് മാറ്റുക. സീക്വൽ ഇൻ്റഗ്രൽ ഓഫ് 1ന് √x എത്ര √x മൈനസ് എക്സിന് √x എത്ര x √x dx. ബ്രേക്കറ്റ് മാറ്റുക. 1ൻ്റെ √x 1 √x ഗുണിച്ചാൽ √x മൈനസ് എക്സും √x ഗുണിച്ചാൽ x √x. ഈ x √x എന്ന് പറഞ്ഞാൽ x എന്ന് പറഞ്ഞാൽ x⁻1, √x എന്ന് പറഞ്ഞാൽ x⁻1/2. അതൊക്കെ നമുക്കറിയാം. പിന്നെ a⁻m a⁻m+n ആണ്. അപ്പോൾ x⁻1 + 1/2 എന്നുണ്ടാവും. ഇനി 1 1/2 കൂട്ടണം. അപ്പോൾ 1 1/2 കൂട്ടിയാൽ 3/2 ഉണ്ടാവും. അപ്പോൾ x⁻³ എന്നുണ്ടാവും. എക്സും √x ഗുണിച്ചാൽ x⁻³ സീക്വൽ ഇൻ്റഗ്രൽ ഓഫ് √x-നെ x⁻1/2 എന്ന് എഴുതാം മൈനസ് x √x-നെ x⁻³ എന്ന് എഴുതാം. ഇനി ഇൻ്റഗ്രേഷൻ നടത്താനുള്ള x⁻n-ൻ്റെ x⁻n+1/n+1 എന്നുള്ള അപ്ലൈ ചെയ്താൽ മതി. 1/2 1 കൂട്ടാൻ അറിയണം. 3/2 1 കൂട്ടിയാൽ അപ്പോൾ പ്രശ്നമില്ല. ഒന്നുകൂടെ നോക്കാം. ആദ്യം ഒന്ന് ബ്രേക്കറ്റ് മാറ്റുക. ബ്രേക്കറ്റ് മാറ്റുമ്പോൾ 1ഉം √x ഗുണിച്ചാൽ √x മൈനസ് എക്സും √x ഗുണിച്ചാൽ x √x. പിന്നെ √x-ന് x⁻1/2 നമുക്കറിയാം. x √x എന്ന് പറഞ്ഞാൽ x⁻1 × x⁻1/2 അല്ലേ. x എന്ന് പറഞ്ഞാൽ x⁻1, √x എന്ന് പറഞ്ഞാൽ x⁻1/2. പിന്നെ a⁻m ഒക്കെ ഇപ്പോൾ ഒന്നിലൊക്കെ പഠിക്കുന്ന a⁻m × a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n. അതുപോലെ ചിലപ്പോൾ മറന്നുണ്ടാവും. അപ്പം x⁻1 × x⁻1/2 എന്ന് പറഞ്ഞാൽ x⁻1 + 1/2 ഉണ്ടാവും. 1 + 1/2. ഇനി 1 1/2 ഇതൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പഠിക്കുന്ന 1 1/2 കൂട്ടണം. 1 1/2 കൂട്ടിയാൽ 3/2 എന്നുണ്ടാവും. അപ്പോൾ x⁻³ എന്നുണ്ടാവും. x⁻³. അപ്പോൾ √x-നെ x⁻1/2 എന്ന് എഴുതാം മൈനസ് x √x-നെ x⁻³ എന്ന് എഴുതി. ഇവിടെ വരെ പ്രശ്നം ഉണ്ടാവില്ല വിചാരിക്കുക. കാരണം ഒന്ന് 1ഉം √x ഗുണിച്ചാൽ √x മൈനസ് എക്സും √x ഗുണിച്ചാൽ x √x. √x-നെ x⁻1/2 എന്ന് എഴുതി മൈനസ് x √x-നെ അങ്ങനെ സിംപ്ലിഫൈ ചെയ്താൽ x⁻³ എന്ന് എഴുതി dx. പറയണ്ടല്ലോ. സീക്കല്ലോ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. n-ൻ്റെ x⁻n+1/n+1. ഇപ്പോൾ x⁻1/2ൻ്റെ x⁻1/2 + 1/1/2 + 1 1/2-നോട് 1 അവിടെ കൂട്ടിയിട്ടുണ്ട്. 1/2 1 കൂട്ടിയാൽ 3/2 ആണ്. അപ്പോൾ x⁻³ ഡിവൈഡ് ബൈ 3/2 മൈനസ് ഇനി x⁻³ 1 കൂട്ടണം. 3/2-നോട് 1 കൂട്ടിയാൽ എത്ര വരിക? 3/2 1 കൂട്ടിയാൽ 5/2 എന്നുണ്ടാവും. 5/2. അപ്പോൾ x⁻5/2 ഡിവൈഡ് ബൈ 5/2 പ്ലസ് c. എന്നോടി
x⁴1/2 ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ 1/2 ഒന്ന് കൂട്ടുക, അപ്പോൾ 3/2. അപ്പോൾ x⁴3/2 ഡിവൈഡ് ബൈ 3/2 മൈനസ് x⁴3/2 ഇൻ്റഗ്രൽ 3/2 ഒന്ന് കൂട്ടിയാൽ 5/2. അപ്പോൾ x⁵5/2 ഡിവൈഡ് ബൈ 5/2 പ്ലസ് c ഇത്ര എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ x⁴n ഫോമിലേക്കാണ് ഇവിടെ വന്നത്. x⁴n ഇൻ്റഗ്രൽ x⁴n+1 ഡിവൈഡ് ബൈ n+1 എന്നാണ്. അപ്പോൾ ഇവിടെ 1/2 ആവുകൊണ്ട് 1/2 ഒന്ന് കൂട്ടുക 3/2. അപ്പോൾ 3/2 ബൈ 3/2 എന്നായി. 3/2 ആകുമ്പോൾ 3/2 ഒന്ന് കൂട്ടുമ്പോൾ 5/2. x⁵5/2 ഡിവൈഡ് ബൈ 5/2 പ്ലസ് c ഇത്ര എഴുതിയാൽ മതി. വേണമെങ്കിൽ 2/3 എന്നൊക്കെ എഴുതാം, എഴുതിക്കോളൊന്നുമില്ല. 2/3 x⁵3/2 മൈനസ് 2/5 x⁵5/2 പ്ലസ് ഇങ്ങനെയൊക്കെ വേണം. സമയം ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 18 നമ്മൾ ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പ് നോക്കുക. സ്റ്റെപ്പ് നോക്കിയിട്ട് കാര്യം മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ അത്യാവശ്യം എഴുതി അങ്ങോട്ട് പഠിക്കുക. അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻ നമ്പർ 19 കഴിഞ്ഞാൽ വരുന്നത്. ശരിക്കും നോക്കട്ടെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ മെത്തേഡും കാര്യം ശരിക്കും ക്ലിയറാക്കി ശരിക്കും ക്ലാസ് ശ്രദ്ധിക്കണേ. ഓരോ പോയിൻറ്റും ഓരോ സ്റ്റെപ്പും ശരിക്കും നോക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 19. ഇൻ്റഗ്രൽ ഓഫ് √x ഇൻറ്റു 3x² മൈനസ് 2x പ്ലസ് 3 dx. (3x² മൈനസ് 2x പ്ലസ് 3 dx). അതൊന്ന് ബ്രാക്കറ്റ് മാറ്റും. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് 3√x² മൈനസ് 2√x അല്ലെങ്കിൽ 2x√x പിന്നെ 3√x dx. ബ്രാക്കറ്റ് മാറ്റിയാൽ അങ്ങനെ ഉണ്ടാകുക. 3x² അല്ലെങ്കിൽ 3√x² മൈനസ് 2x√x പിന്നെ ഒരു പ്ലസ് 3√x ആണ് ഒന്ന് ഗുണിക്കുക. ബ്രാക്കറ്റ് മാറ്റുക. ഇനി നമ്മളിപ്പോൾ ഓരോന്നൊക്കെ നോക്കേണ്ടി വരും. √x² x√x ഒക്കെ നമുക്ക് അതൊന്ന് നോക്കാം. √x² എന്തായി വരിക? √x² പറഞ്ഞാൽ √x x⁴1/2 ഇൻറ്റു x² ഉണ്ടാവും. √x എന്ന് പറഞ്ഞാൽ x⁴1/2 x⁴1/2 x². അപ്പോൾ a⁻1 m+n എന്ന് പറഞ്ഞാൽ 1/2 2 കൂട്ടാൻ അറിയണം. എന്താ വരിക? 1/2 2 കൂട്ടിയാൽ 1 + 4 5/2 ഉണ്ടാവും. x⁵5 4 5 5/2 ഉണ്ടാവും. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് 3x⁵5/2 3x⁵5/2 മൈനസ് 2 ഇൻറ്റു x⁻x നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. 1 1/2 ഗുണിച്ചാൽ 3/2. തൊട്ട് 9 പ്രോബ്ലം നമ്മൾ ചെയ്തിട്ട് 3/2 എന്നാണ് കിട്ടി. അപ്പോൾ x⁵3/2 പ്ലസ് 3 √x x⁵1/2 എന്ന് എഴുതും. ഇനിയിപ്പോൾ എക്സ്പ്രഷൻ ഫോമിൽ ഇനി നമുക്കറിയാം. x⁵5/2 ചെയ്യാൻ ഇൻ്റഗ്രേഷൻ നമുക്കറിയാം. x⁵3/2 എന്ന് അറിയാം. 1/2 ഒന്ന് കൂട്ടി കൊടുത്തായി. ഒന്നുകൂടെ നോക്കാം. √x ഇൻറ്റു 3x² മൈനസ് 2x പ്ലസ് 3 എന്നാണ് ക്വസ്റ്റ്യൻ. √x കൊണ്ട് ആദ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ √x ഇൻറ്റു 3 × x² അല്ലെങ്കിൽ 3√x × x² മൈനസ് 2x√x പിന്നെ 3√x. √x x² കഴിഞ്ഞാൽ √x x⁵1/2 എന്ന് എഴുതാം ഇൻറ്റു x². പിന്നെ a⁻m+n 1/2 2 കൂട്ടുക. അപ്പോൾ 5/2 എന്നുണ്ടാവും. 1/2 2 കൂട്ടുക 5/2. ഇപ്പോൾ x⁵5/2 എന്നായി. അപ്പോൾ ഇവിടെ 3 ഇൻറ്റു x⁵5/2 മൈനസ് 2 ഇൻറ്റു x√x നേരത്തെ തൊട്ടുമ്പോൾ ചെയ്തിട്ടുണ്ട്. 1ഉം 1/2 കൂട്ടുമ്പോൾ 3/2 എന്നാണ് കിട്ടിയത്. നമ്മൾ എഴുതി കാണിച്ചാണ്. അപ്പോൾ x⁵3/2 പ്ലസ് 3 ഇൻറ്റു √x x⁵1/2 എന്ന് എഴുതും. അതിൽ തന്നെ √x കൊണ്ട് ഗുണിക്കുക.
അപ്പോൾ 3 റൂട്ട് എക്സിൻ്റെ എക്സ് സ്ക്വയർ, പിന്നെ 2 റൂട്ട് എക്സ് എക്സ് അല്ലെങ്കിൽ 2x റൂട്ട് എക്സ്, പിന്നെ 3 റൂട്ട് എക്സ്. റൂട്ട് എക്സിന് എക്സ് റേഷ്യോ 3/2 എന്ന് എഴുതാം. എക്സ് റൂട്ട് എക്സ് കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പ്രകാരം എക്സ് റേഷ്യോ 3/2 എന്ന് എഴുതാം. റൂട്ട് എക്സും എക്സ് സ്ക്വയറും നമ്മൾ ഗുണിച്ചോടെ ചെയ്തപ്പോൾ എക്സ് റേഷ്യോ 5/2 എന്ന് കിട്ടി. ഇനി ഒരൊറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ, ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. 3 കോൺസ്റ്റൻ്റ് ആണ്. 3 എക്സ് റേഷ്യോ 5/2 5/2 ഒന്ന് കൂട്ടണം. അപ്പോൾ നേരത്തെ കൂട്ടിയെന്നായി തോന്നുന്നു. 5/2 ഒന്നും കൂട്ടിയാൽ 5ഉം 2 7/2 എന്നുണ്ടാവും. 5/2 1 കൂട്ടിയാൽ 7. അപ്പോൾ 3x raised to 7/2 divided by 7/2 minus 2 into x raised to 3/2 ഒന്നും കൂട്ടണം. 3/2 ഒന്നും കൂട്ടി എത്ര വരിക? 3/2 ഒന്നും കൂട്ടിയാൽ 3 + 2 5/2 എന്നുണ്ടാവും. x raised to 5/2 divided by 5/2 ഇവിടുത്തെ പ്ലസ് 3 ഇൻറ്റു 1 എക്സ് റേഷ്യോ 1/2 ഇൻ്റഗ്രൽ 1/2 + 1 1/2 1 കൂട്ടിയാൽ എത്ര വരിക? 3/2 അല്ലേ? 1/2 1 കൂട്ടിയാൽ 3/2. എക്സ് റേഷ്യോ 3/2 ഡിവൈഡ് ബൈ 3/2 പ്ലസ് ഇത്ര എഴുതിയാലും മതി. ഒന്നുകൂടെ നോക്കുക. അവിടെ എത്തിയതിന് ശേഷം 3 കോൺസ്റ്റൻ്റ് ആണ്. 3 ഇൻറ്റു എക്സ് റേഷ്യോ 5/2 ഇൻ്റഗ്രൽ എക്സ് റേഷ്യോ 5/2 ഒന്ന് കൂട്ടാൻ അറിയണേ. അപ്പോൾ പിന്നെ 7/2. അപ്പോൾ എക്സ് റേഷ്യോ 7/2 ഡിവൈഡ് ബൈ 7/2 മൈനസ് 2 ഇൻറ്റു എക്സ് റേഷ്യോ 3/2 3/2 ഒന്ന് കൂട്ടുക. അപ്പോൾ 5/2. അപ്പോൾ എക്സ് റേഷ്യോ 5/2 ഡിവൈഡ് ബൈ 5/2 പ്ലസ് 3 ഇൻറ്റു 3 കോൺസ്റ്റൻ്റ് ഉണ്ട് ഇവിടെ. 3 ഇൻറ്റു എക്സ് റേഷ്യോ 1/2 1/2 ഒന്ന് കൂട്ടണം. 1/2 ഒന്ന് കൂട്ടിയാൽ 3/2 നമുക്കറിയാം. അപ്പോൾ എക്സ് റേഷ്യോ 3/2 ഡിവൈഡ് ബൈ 3/2 പ്ലസ് സി. ക്ലിയർ അല്ലേ? 3 കോൺസ്റ്റൻ്റ് ആണ്. 3 ഇൻറ്റു എക്സ് റേഷ്യോ 5/2 എക്സ് റേഷ്യോ 7/2 ബൈ 7/2 മൈനസ് 2 ഈ കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു എക്സ് റേഷ്യോ 3/2 എക്സ് റേഷ്യോ 5/2 ഡിവൈഡ് ബൈ 5/2 പ്ലസ് 3 ഇൻറ്റു എക്സ് റേഷ്യോ 1/2 1/2 ഒന്ന് കൂട്ടിയാൽ 3/2. ഇപ്പോൾ 3 ഇൻറ്റു എക്സ് റേഷ്യോ 3/2 ഡിവൈഡ് ബൈ 3/2 പ്ലസ് സി ആണ് ക്വസ്റ്റ്യൻ നമ്പർ. ഇതൊക്കെ വേണമെങ്കിൽ 6 ഒക്കെ ചെയ്തോട്ടോ. ഈ 2 മോൾ പോയി 6 എക്സ് റേഷ്യോ അത് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. വേണമെങ്കിൽ സിംപ്ലിഫൈ ആണ്. 2 മോൾ പോയിട്ടാണെങ്കിൽ 6/7 എക്സ് റേഷ്യോ 7/2 മൈനസ് 4/5 എക്സ് റേഷ്യോ 5/2 പ്ലസ് 2 എക്സ് റേഷ്യോ 3/2 പ്ലസ് സി അങ്ങനെയൊക്കെ വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇൻ്റഗ്രൽ ഓഫ് 2x മൈനസ് 3 cos x പ്ലസ് e raised to x dx. (2x minus 3 cos x plus e raised to x dx) equal to 2 into ഒന്നുമില്ല എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 3 ഇൻറ്റു കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് പ്ലസ് ഇ റേഷ്യോ എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേഷ്യോ എക്സ് പ്ലസ് സി. 2 2 ക്യാൻസൽ ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് 3 സൈൻ എക്സ് പ്ലസ് ഇ റേഷ്യോ എക്സ് പ്ലസ് സി. എക്സ് സ്ക്വയർ മൈനസ് 3 സൈൻ എക്സ് പ്ലസ് ഇ റേഷ്യോ എക്സ് പ്ലസ് സി. 2 കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 അത് നമുക്കറിയാം. ഒന്ന് കൂട്ടണമല്ലോ. ഒന്നൊന്ന് കൂട്ടി 2 എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 3 ഇൻറ്റു കോസിൻ്റെ ഇൻ്റഗ്രൽ സൈനാണ്. ഇൻ്റഗ്രലാകുമ്പോൾ കോസിൻ്റെ സൈനാണ്. മൈനസ് 3 ഇൻറ്റു സൈൻ എക്സ് പിന്നെ ഇ റേഷ്യോ എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേഷ്യോ എക്സ് തന്നെ. 2 ഇൻറ്റു വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുത്തെ ഇത്ര എഴുതിയാലും മതി. ഇപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ഫോമുല ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറേ ചെയ്ത് കഴിയുമ്പോൾ ഫോമുല അങ്ങ് വയ്യാണ്ടാവും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 21. ക്വസ്റ്റ്യൻ നമ്പർ 21 കാണാൻ പോകണം. ഇൻ്റഗ്രൽ ഓഫ്
2x² minus 3 sin x plus 5 root x dx. 2x² minus 3 sin x plus 5 root x dx. റൂട്ട് എക്സിന് എക്സ് റേഷ്യോ എന്താ ചെയ്യുക 1/2 എന്ന് എഴുതാം അല്ലേ. 2x² minus 3 sin x plus 5 into x raised to 1/2 dx. 2 into ഒരു സ്റ്റെപ്പ് ചെയ്താനേ ഉള്ളൂ. 2 into x² ഇൻ്റഗ്രൽ x³/3 നമുക്കറിയാം. -3 കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റു സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ്. ഇൻ്റഗ്രലാണ്, ഡെറിവേറ്റീവ് അല്ല. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ്. 5 കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റു എക്സ് റേഷ്യോ 1/2 ഉണ്ട്. 1/2 കൊണ്ട് ഒന്ന് കൂട്ടണം. അപ്പോൾ നമുക്ക് കൂട്ടിക്കാൻ തോന്നുന്നു. 1/2 ഒന്ന് കൂട്ടിയാൽ 3/2. 1/2 ഒന്നിങ്ങനെ കൂട്ടിയാൽ 3/2. അപ്പോൾ എക്സ് റേസ് ടു 3/2 ഡിവൈഡ് ബൈ 3/2 പ്ലസ് സി. ഇതൊക്കെ ആണെങ്കിൽ മൈനസ് പ്ലസ് ആക്കി ചെയ്തട്ടോ. 2/3x³ പ്ലസ് 3 cos x 10/3 എക്സ് റേഷ്യോ 3/2 പ്ലസ് ഇതൊക്കെ വേണമെങ്കിൽ എഴുതാം. ഒന്നുകൂടി റൂട്ട് എക്സിന് എക്സ് റേഷ്യോ 1/2 എന്ന് എഴുതും. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയില്ല. റൂട്ട് എക്സിന് ഇൻ്റഗ്രൽ ഇല്ല. റൂട്ട് എക്സിന് എക്സ് റേഷ്യോ 1/2 എന്നാക്കണം. എക്സ് റേഷ്യോ n ഫോം കൊണ്ടുപോകാൻ എന്നെങ്കിൽ അതിന് മാത്രമേ ഇൻ്റഗ്രേഷൻ ഉള്ളൂ. പിന്നെ 2 into x² x³ മൈനസ് 3 into sin എക്സിൻ്റെ മൈനസ് കോസ് എക്സ് പ്ലസ് 5 into എക്സ് റേഷ്യോ 1/2 എക്സ് റേഷ്യോ 3/2 ഡിവൈഡ് ബൈ 3/2 പ്ലസ് സി. വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതാം. 2/3x³ പ്ലസ് 3 cos x. 2 മൈനസ് ഉണ്ടല്ലോ. 10/3. ഈ 2 മോൾ കയറി 10 ആവും. 5 into 10/3 എക്സ് റേസ് ടു 3/2 പ്ലസ് സി എന്നൊക്കെ വേണമെങ്കിൽ എഴുതിയാൽ മതി. ഇല്ലെങ്കിൽ ഇത്ര മാത്രം എഴുതിയാൽ മതി. 2 into x² ഇൻ്റഗ്രൽ x³ 3 മൈനസ് 3 into sin എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് പ്ലസ് 5 into എക്സ് റേഷ്യോ 1/2 1/2 ഒന്ന് കൂട്ടണം 3/2. ഇപ്പോൾ എക്സ് റേഷ്യോ 3/2 ഡിവൈഡ് ബൈ 3/2 പ്ലസ് സി. എക്സ് റേഷ്യോ എന്നിൻ്റെ ഇൻ്റഗ്രൽ ഉപയോഗിക്കുന്നുണ്ട്. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ഉപയോഗിക്കുന്നുണ്ട്. കോസ് എക്സിൻ്റെ ഉപയോഗിക്കുന്നുണ്ട്. ഈ റേഷ്യോ എക്സ് അങ്ങനെ നമ്മൾ പഠിച്ച റിസൾട്ടുകൾ ഇങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 22. ഒരു 3 ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ചെയ്യാം. 22, 23, 24 3 ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഈ സെക്ഷനിൽ ചെയ്യാം. ഓരോ സ്റ്റെപ്പും ശരിക്കും നോക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓരോ സ്റ്റെപ്പും ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. നോക്കണം, സ്റ്റെപ്പ് നോക്കണം, എഴുതി നോക്കണം, പിന്നെ എഴുതി പഠിക്കണം. 2 ഘട്ടങ്ങൾ. ഒന്ന് ഇവിടെ ശ്രദ്ധിക്കുക, ഓരോ സ്റ്റെപ്പ് നോക്കാം, പിന്നെ നിങ്ങൾ എളുപ്പമെന്ന് തോന്നിയാൽ എഴുതി പഠിക്കാം. ചിലപ്പോൾ ചില ആൾക്കാർ ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി കഴിഞ്ഞ് എഴുതി പഠിക്കാത്ത ആളുണ്ട്. അങ്ങനെയല്ല, ഇത്ര എളുപ്പമാണെങ്കിലും മിനിമം ഞാൻ പറഞ്ഞ മിനിമം എണ്ണം അത്രയും പ്രാവശ്യം എന്താക്കണം, എഴുതി പഠിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 22. ഇൻ്റഗ്രൽ ഓഫ് sec x into sec x plus tan x. sec x into sec x plus tan x. ബ്രാക്കറ്റ് മാറ്റി വെക്കണം. sec x into sec x plus tan x എന്നാണ്. ബ്രാക്കറ്റ് മാറ്റിയാൽ എന്താ വരിക? ഇൻ്റഗ്രൽ ഓഫ് sec xും sec xും ഗുണിച്ചാൽ sec² x, sec xും tan xും ഗുണിച്ചാൽ sec x tan x dx. ഇനി ഓരോന്ന് ഇൻ്റഗ്രേഷൻ. അപ്പോൾ sec² ഇൻ്റഗ്രൽ ഉണ്ട്. sec² xൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക? tan x. tan xൻ്റെ ഡെറിവേറ്റീവ് ആണ് sec² x. അപ്പോൾ sec² xൻ്റെ ഇൻ്റഗ്രൽ tan x. sec xൻ്റെ ഡെറിവേറ്റീവ് ആണ് sec x tan x. അപ്പോൾ sec x tan xൻ്റെ ഇൻ്റഗ്രൽ sec x പ്ലസ് സി. ഇൻ്റഗ്രൽ ഓരോന്നോരോ നോക്കുന്ന സ്റ്റെപ്പൊന്നും ആവശ്യമില്ല. നമ്മൾ ഈ ഓരോന്നോരോ ഇൻ്റഗ്രേഷൻ തന്നെ അങ്ങ് നടത്തി വെച്ചാൽ മതി. ഇപ്പോൾ ആൻസർ tan x പ്ലസ് sec x പ്ലസ് സി. ഒന്ന് ബ്രാക്കറ്റ് മാറ്റുക. sec xും sec xും ഗുണിച്ചാൽ sec² x, sec xും tan xും ഗുണിച്ചാൽ sec x tan x.
സി സ്ക്വയറിന് ഇൻ്റഗ്രൽ ഉണ്ട്. സി സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, സീക്കസ് ടാൻ എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ സീ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രലാണ് ടാൻ എക്സ്, സീക്കസ് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രലാണ് സീക്ക് എക്സ്. കാരണം സീക്കിൻ്റെ ഡെറിവേറ്റീവാണ് സീക്കസ് ടാൻ എക്സ്. അതുകൊണ്ട് സീക്കസ് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സീക്കാതൊക്കെ നമുക്കറിയാം. ടാൻ്റെ ഡെറിവേറ്റീവാണ് സി സ്ക്വയർ. അപ്പോൾ സി സ്ക്വയർ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടാൻ അതൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടാൻ എക്സ് പ്ലസ് സീക്ക് എക്സ് പ്ലസ് സി. അതിന് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം ഒന്ന് ബ്രാക്കറ്റ് ഒന്ന് മാറ്റുന്നതോട് ക്ലിയറായി. ബ്രാക്കറ്റ് ഒന്ന് മാറ്റി സീക്കും കുടിച്ച് സി സ്ക്വയറും സീക്കും ടാനും കുടിച്ച് സീക്കസ് ടാൻ എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. പിന്നെ സി സ്ക്വയർ ഇൻ്റഗ്രൽ നമുക്കറിയാം, സീക്കസ് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് അറിയുന്നതുകൊണ്ട് വേഗം അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ബ്രാക്കറ്റ് മാറ്റാനൊക്കെ ഒന്ന് അറിയണം, സ്പ്ലിറ്റ് ചെയ്യാൻ അറിയണം, ബ്രാക്കറ്റ് മാറ്റാൻ അറിയണം. ക്വസ്റ്റ്യൻ നമ്പർ 23. Question number 23. E raised to 3 log x dx. E raised to 3 log x ന e raised to log x cube എന്ന് എഴുതാം. log x cube എന്ന് പറയുമ്പോൾ 3 കൂടെ ഇറങ്ങിയല്ലോ. log x raised to പറഞ്ഞാൽ n log x എന്നാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടി ബേസ് 3 കൂടെ ഇറങ്ങുമ്പോൾ 3 log x എന്നാവും. അപ്പോൾ 3 log x നെ log x ക്യൂബ് എന്ന് എഴുതാം. നമുക്കറിയാം ഡി എക്സ് സീക്കല്ലോ ഇ റേസ്റ്റ് ലോഗ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബാണ്. ഇ റേസ്റ്റ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ ഉണ്ടാവില്ല, ലോഗ് ഉണ്ടാവില്ല, പിന്നെ എക്സ് ക്യൂബ് മാത്രമേ ഉണ്ടാവും. എക്സ് ക്യൂബ് ഡി എക്സ്. എക്സ് ക്യൂബിന് ഇൻ്റഗ്രൽ എക്സ് റേസ്റ്റ് 4 ഡിവൈഡ് ബൈ 4 ആണെന്ന് നമുക്കറിയാം. ഒരു എളുപ്പമോട് കഴിഞ്ഞ് ആൻസർ കഴിഞ്ഞു. എക്സ് റേസ്റ്റ് 4 ഡിവൈഡ് ബൈ 4. ഇ റേസ്റ്റ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ ഇ റേസ്റ്റ് ലോഗ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബാണ്. പിന്നെ ഇ ലോഗ് പിന്നെ ഉണ്ടാവില്ല. ഇതിൻ്റെ പവർ ലോഗ് വന്നാൽ ഇയിലെ ലോഗും ഇല്ല, പിന്നെ എക്സ് ക്യൂബ് മാത്രമേ ഉണ്ടാവും. എക്സ് ക്യൂബ് ഡി എക്സ്. എക്സ് ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ്റ്റ് 4 ബൈ 4. ഒന്നുകൂടി 3 log x നെ ലോഗ് എക്സ് ക്യൂബ് എന്ന് എഴുതി. അത് മാത്രമേ ഇത് ലോഗിൻ്റെ ഒക്കെ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ ലോഗൊക്കെ ഉള്ള വരുന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അവിടെ വരുന്നുണ്ട്. ഈ ഇതൊക്കെ നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ 3 log x നെ ലോഗ് എക്സ് ക്യൂബ് എന്നാണ് എഴുതുക. കാരണം ഈ 3 അങ്ങോട്ട് ഇറങ്ങും. നമ്മൾ ഈ ലോഗരിതമിക് ഡിഫറൻസിയേഷനകത്തൊക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ട്, മറന്നുണ്ടോ ചിലപ്പോൾ. അപ്പോൾ ലോഗ് എക്സ് ക്യൂബ് പറഞ്ഞാൽ 3 log x ആണ്. അതുകൊണ്ട് 3 log x നെ ലോഗ് എക്സ് ക്യൂബ് എന്ന് എഴുതാം. പിന്നെ ഈൻ്റെ പവർ ലോഗ് വന്നാൽ ഈയും ലോഗും വേണ്ട, പിന്നെ എക്സ് ക്യൂബ് മാത്രമേ ഉള്ളൂ. എക്സ് ക്യൂബ് ഡി എക്സ്. എക്സ് ക്യൂബിന് ഇൻ്റഗ്രൽ എക്സ് റേസ്റ്റ് 4 ഡിവൈഡ് ബൈ 4. ഒറ്റ ക്വസ്റ്റ്യനോട് നമ്മൾ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 24. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇൻ്റഗ്രൽ ഓഫ് sin x by cos square x. sin x by cos square x dx. നേരത്തെ നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ്റെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മളിത്. ഈ കോസ് സ്ക്വയറിന് ഒരു കോസിൻ്റെ കോസിന് എഴുതിയിട്ട് ഒരു കോസ് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ട് 1 by cos x into sin x by cos x. ഇങ്ങനെ ഇതാണോ 1 സൈന് കോസും കൊണ്ടുപോയി കോസ് സ്ക്വയർ. നമ്മൾ നേരത്തെ വേറെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ചെയ്തു പോയിണ്ടാവും. അങ്ങനെ ഒരു മാറ്റം വരുത്തി, ചെറിയൊരു മാറ്റം. 1 സൈനും കൊണ്ടുപോയി സൈനാണ്, കോസും കൊണ്ടുപോയി കോസ് സ്ക്വയർ നമുക്കറിയാം, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇൻ്റഗ്രലോ 1 by cos എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ് എന്നാണ്, സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് എന്നാണ്. സീക്കസ് ടാൻ എക്സ് എന്നായി. സീക്കസ് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രലാണ് സീക്ക് എക്സ്. കാരണം സീക്കിൻ്റെ ഡെറിവേറ്റീവാണ് സീക്കസ് ടാൻ എക്സ്. അപ്പോൾ സീക്കസ് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രലാണ് സീക്ക് എക്സ്. കഴിഞ്ഞ് സീക്ക് എക്സ് പ്ലസ് സി. ഒന്നുകൂടി സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സിൽ ആ കോസ് സ്ക്വയർ എക്സിന് കോസിൻ്റെ കോസ് ആദ്യം എഴുതിയിട്ടൊന്ന് രണ്ടെണ്ണാക്കും, കോസിൻ്റെ കോസ്. അപ്പോൾ 1 by കോസിൻ്റെ സൈൻ ബൈ കോസ് എന്ന് എഴുതാം. 1 by കോസിൻ്റെ സൈൻ ബൈ കോസിന് സൈൻ ബൈ കോസ് സ്ക്വയർ തന്നെയാണല്ലോ, പ്രശ്നമല്ല, ക്ലിയർ അല്ലേ. 1 by കോസിനെ സീക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ പഠിക്കുന്ന അയ്യോ 1 by കോസിനെ സീക്കുന്ന എഴുതാം, സൈൻ ബൈ കോസിനെ ടാൻ എന്ന് എഴുതാം. ഇതൊന്നും അറിയാത്ത ആരും ഉണ്ടാവില്ല. പിന്നെ സീക്കസ് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സീക്കാണെന്ന് അത് നമുക്കറിയാം.
അതൊന്നും ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല. ബോർഡ് നല്ലവണ്ണം നോക്കി ശരിക്കും ക്ലാസ് നല്ലവണ്ണം നോക്കുക. വീണ്ടും ഇതിപ്പോൾ ഈ 2 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടേ ഉള്ളൂ. ഇൻ്റഗ്രേഷൻ്റെ അവസാനം വരെ നമ്മൾ ഇൻ്റഗ്രേഷനിലേക്ക് കൊണ്ട് വന്നില്ല, കുറച്ച് റിസൾട്ട് എഴുതി റിസൾട്ട് ഇങ്ങനെ ഉപയോഗിച്ച് വന്ന് നിങ്ങൾ തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം നന്നായി എഴുതി പഠിക്കുക, ക്ലാസ് ശരിക്കും ശ്രദ്ധിച്ചിട്ട് നന്നായി എഴുതി പഠിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രശ്നത്തിൻ്റെ കൂടെ നമ്മൾ ഈ ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങളിങ്ങനെ വരണം, എടുത്തിങ്ങനെ പോകുന്ന കൂടെ പ്രോബ്ലം ചെയ്ത് എഴുതി പഠിച്ച് മനസ്സിലാക്കി ഇതിന്ന് പുറത്ത് പോകാം. ഇൻ്റഗ്രേഷൻ ഇപ്പോൾ നമ്മൾ പറയുന്ന ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേ പോയിപ്പോൾ അത് അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഇങ്ങനെ ക്ലാസ്സും കേട്ട് ഇങ്ങനെ അവസാനം വരെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. അത്ര ആളുകൾക്ക് ഇൻ്റഗ്രേഷൻ എളുപ്പമായി തോന്നും. ഏതെങ്കിലും സമയത്ത് ഇത് ഇൻ്റഗ്രേഷൻ ഒന്ന് പുറത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കയറാൻ കഴിയില്ല. അത്ര ആളുകൾക്ക് ഇൻ്റഗ്രേഷൻ, പല ആൾക്കാരും ചിലപ്പോൾ ഇൻ്റഗ്രേഷൻ ടഫായി എന്ന് പറയുന്നുണ്ടാകും, കേട്ടിട്ടുണ്ടാകും ചിലപ്പോൾ ഇൻ്റഗ്രേഷൻ. പിന്നെ ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ കൂടെ അങ്ങനെ പോവുകയാണെങ്കിൽ അവസാനം വരെ ഇങ്ങനെ പോയിക്കോളും, ഒരു പ്രശ്നമില്ല. ഇപ്പം നമ്മൾ പോകുന്ന മാതിരി തന്നെ അവസാനം വരെ പോകും. ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയും ഈ പറഞ്ഞ രീതിയിൽ എഴുതി പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇനി ക്വസ്റ്റ്യൻ എത്ര ടഫാണെന്ന് വിഷയമല്ല, എത്ര ടഫിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാലും ടഫാണെന്ന് നിങ്ങളറിയില്ല, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവാം. എപ്പോഴും എളുപ്പമാണെന്ന് പക്ഷേ അത് എളുപ്പമാണെന്ന് തോന്നിച്ചുകൊണ്ടാണ് അങ്ങനെ പോകണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം ചെയ്യണം. ഈ പറഞ്ഞ രീതിയിൽ എഴുതി പഠിച്ച് ശ്രദ്ധിച്ച് ഇങ്ങനെ പോവുകയാണെങ്കിൽ അവസാനം വരെ എളുപ്പമാണെന്നിങ്ങനെ തോന്നും. അല്ലാത്തവർക്ക് പുറത്ത് പോയി പിന്നെ ഇങ്ങോട്ട് വരാൻ കഴിയില്ല, അപ്പോൾ അവർക്ക് ടഫായി, പിന്നെ ഔട്ടായി, പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇൻ്റഗ്രേഷൻ കഴിയുന്നത് വരെ 2 മാസമാണെങ്കിൽ 2 മാസം ഇൻ്റഗ്രേഷന് വേണ്ടി കുറേ സമയം ഏതായാലും ഇപ്പോൾ കുറച്ച് ഫ്രീ ആയി നിങ്ങൾ ക്ലാസ് തുടങ്ങിയില്ലല്ലോ. സ്കൂളൊക്കെ തുറക്കുന്നതിന് മുമ്പ് ഇൻ്റഗ്രേഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നന്നായി പഠിക്കുക. ഓക്കെ.